ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള പണമൊഴുക്കിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തുന്നത്. ആകെ റെമിറ്റൻസിന്റെ 10% മാത്രമാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ തൊഴിലെടുക്കുന്ന കേരളത്തിലേക്ക് വരുന്നത്. കേരളത്തെ പിന്തള്ളി മഹാരാഷ്ട്ര ബഹുദൂരം മുന്നിലാണ്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കൂടുതൽ ഭീഷണിയായി മാറുകയാണ് ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്കിൽ വന്ന ഈ തിരിച്ചടി. ഫാരിഷ, ഇന്ത്യ അടക്കം വികസ്വര രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ഈ പ്രവാസികൾ അയക്കുന്ന പണം. പല ഗൾഫ് രാജ്യങ്ങളിലായും മറ്റു വിദേശ രാജ്യങ്ങളിലും മലയാളികൾ ചെന്ന് യാതനയും കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ച് നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് ഇവിടെ നമ്മുടെ സമ്പൽ മേഖലയുടെ ആണിക്കല്ലും നട്ടലും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സമ്പൽ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല്, പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് പ്രവാസികൾ അയക്കുന്ന പണമാണ് എന്ന് മുൻകാലത്ത് വന്ന ഭരണാധികാരികളും ഇപ്പോഴത്തെ ഭരണകർത്താക്കളും ഒക്കെ തുറന്ന് സമ്മതിച്ചതാണ്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ വരവ് കുറയുമ്പോൾ അത് ഇന്ത്യയെ മാത്രമല്ല, അത് കേരളത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം ഇപ്പോൾ തന്നെയും വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പ്രവാസി പണത്തിൻ്റെ വരവ് കൂടി കുറയുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പുതിയ സാഹചര്യത്തിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ വലിയ കുറവ് ഈ അടുത്ത കാലത്തായി വരുന്നത് എന്നതിൻ്റെ കാരണത്തിലേക്കാണ് നമ്മൾ വളരെ പെട്ടെന്ന് വരുന്നത്. ഗൾഫിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസിൽ ഇടിവ് വന്നിരിക്കുന്നു. എന്താണ് ആ ഇടിവ് വരാനുള്ള കാരണം എന്നുള്ളതാണ്. കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് ഗൾഫ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു കാലത്ത് കേരളത്തിലേക്ക് ഗൾഫിൽ നിന്നുള്ള പണലഭ്യത വളരെ കൂടുതലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസത്തിൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള പരിദേവനങ്ങളും ചർച്ചകളും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ പ്രവാസം ഗൾഫിലേക്ക് മാത്രമല്ല, പലയിടങ്ങളിലേക്കായി അത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും പ്രവാസത്തിൻ്റെ പുതിയ തലങ്ങളും മാറിയിരിക്കുന്നു. അതും കൂടിയാകാം ഈ കാരണം എന്നുള്ളതും കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. റിസർവ് ബാങ്കിൻ്റെ 5ാം റൗണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലേക്ക് തന്നെയുള്ള പ്രവാസി പണത്തിൻ്റെ വരവിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി പണം വന്നിരുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇന്ത്യയിലേക്കാകെ പ്രവാസി പണത്തിൻ്റെ വരവ് കുറയുമ്പോൾ അത് കാര്യമായും ബാധിക്കുക കേരളത്തെയാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള പണലഭ്യത കുറഞ്ഞിരിക്കുന്നു. മുൻപ് ഒരുപക്ഷെ UAE-യും ഖത്തറും സൗദി അറേബ്യയും പോലെയുള്ള വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമെത്തിയ പ്രവാസികൾ ഇന്ത്യക്കാരായിരിക്കും, അതിൽ തന്നെ മലയാളികളായിരിക്കും എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ ഇതിനു മുമ്പ് വന്നതാണ്. പല ഗൾഫ് രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി പ്രവാസികളുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കുമുള്ള പണലഭ്യതയിൽ കാര്യമായ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. മഹാരാഷ്ട്ര ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ മുന്നിലേക്ക് കയറിയിരിക്കുന്നു. അതായത് ഗൾഫ് മേഖലയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ എത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനം, ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്നുള്ളത് കൂടി കാണണം. 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണവരവിൽ 35.2% നിലവിൽ മഹാരാഷ്ട്രയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കേരളത്തിനുള്ളത് വെറും 10.2% മാത്രമാണ്. കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. കാരണങ്ങൾ പലതെന്ന് കേരളത്തിൻ്റെ സാമ്പത്തികാവലോകന റിപ്പോർട്ട് പറയുകയാണ്. മലയാളികളായ തൊഴിലാളികൾക്കും മറ്റു സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കുമുള്ള വേതന വ്യത്യാസം, അന്തരം, അത് ഇങ്ങനെ ഒരു വലിയ ഇടിവുണ്ടാക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. വൈറ്റ് കോളർ കുടിയേറ്റ തൊഴിലാളികളുടെ വർധന എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലികൾ എടുക്കുന്ന, അത്യാവശ്യം നല്ല വേതനവും ശമ്പളവും ലഭിക്കുന്ന വൈറ്റ് കോളർ കുടിയേറ്റ തൊഴിലാളികളുടെ വർധന കേരളത്തിന് വലിയ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടി കാണണം. മൂന്നാമത്തേത്, കുറഞ്ഞ നിരക്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ വരവ്. മലയാളികൾക്ക് ഗൾഫ് മടുക്കുന്നുവോ എന്നുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. അടുത്ത കാലത്തായി ഗൾഫിലേക്ക് ആളുകളുടെ പോക്ക് കുറഞ്ഞിട്ടുണ്ട്. അതായത് കുടിയേറ്റം നടക്കുന്നുണ്ട്, പ്രവാസവും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയിൽ കൂടുതൽ പേരും ആശ്രയിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റിടങ്ങളൊക്കെയാണ്. കൂടുതലും ഈ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകളിൽ നിന്ന് മാത്രമാണ് കാര്യമായ പണവരവുള്ളത്. നമുക്കറിയാവുന്ന പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കാര്യമായി നാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സാങ്കേതിക അവസ്ഥയുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളികളുടെ ഗൾഫ് ആഭിമുഖ്യം കുറയുന്നു
എന്നാണ് 2018 കേരള മൈഗ്രേഷൻ സർവേയുടെ കണ്ടെത്തൽ. അതും സാമ്പത്തികാവലോകന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലയളവിൽ പ്രവാസികളുടെ എണ്ണം 21,21,887 മാത്രമാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏതാണെന്നുള്ളത് കൂടി ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നിലവിലുള്ള അവസ്ഥയനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല മലപ്പുറമാണ്. നേരത്തെയും അത് അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും കുറവ് പ്രവാസികളുള്ള ജില്ല വയനാടാണ്. 2016 1.49 ലക്ഷത്തിന്റെ കുറവാണ് ഇപ്പോൾ മൊത്തത്തിൽ സംസ്ഥാനത്തെ പ്രവാസികളുടെ എണ്ണത്തിൽ, ഗൾഫ് പ്രവാസികളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2014 ഗൾഫിലെ മലയാളി പ്രവാസികളുടെ എണ്ണം 24 ലക്ഷമായിരുന്നുവെങ്കിൽ പ്രവാസികളുടെ തിരിച്ചൊഴുക്ക് ഇപ്പോൾ ശക്തമാണെന്നുള്ളതും കൂടി കാണണം. അതൊരു പക്ഷേ കോവിഡിന് ശേഷമാണ് അങ്ങനെ ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നത്. 19.25 ലക്ഷം പേർ ഇതിനകം മടങ്ങിയെത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തും തൊട്ടു മുമ്പും ലക്ഷക്കണക്കിന് പ്രവാസികൾ മടങ്ങിയ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ടും അല്ലാതെയും ജീവനുള്ള ഭീതിയും ഒക്കെ കാരണം നാട്ടിലേക്ക് മടങ്ങിയ ലക്ഷക്കണക്കിന് പ്രവാസികളിൽ പലരും മടങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ചെറിയ ജോലികളും മറ്റു ജോലികളും ഒക്കെ എടുത്ത് ജീവിക്കുകയാണ് പലരും. തിരിച്ചു പോകാത്തതിനാൽ തന്നെ പ്രവാസി പണത്തിന്റെ വരവിൽ കാര്യമായ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ട്. ഇതൊന്നുമായിരിക്കില്ല, ചിലപ്പോൾ മറ്റു കാരണങ്ങൾ കൂടി ഉണ്ടാകും. എന്തായാലും കഴിഞ്ഞ ദിവസം സഭയിൽ വെച്ച സാമ്പത്തികാവലോകന റിപ്പോർട്ടിലാണ് ഈ പ്രവാസി പണവരവിൽ കാര്യമായ ഇടിവും കുറവും ഉണ്ടായതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. അത് സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ ആകെ സമ്പൽ വിപണിക്കത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും കേരളം വലിയ സാമ്പത്തിക അസ്ഥിരതയും സാമ്പത്തിക ക്ഷീണവും അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള പണവരവോട് കുറയുന്നത്, ഇടിവുണ്ടാകുന്നത് തീർച്ചയായും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫാരിഷ്.